ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഹദീസ് നമ്പർ 31. ഇത്വാലത്തുൽ ഖുർറത്തി. വുളൂ ചെയ്യുന്ന സമയത്ത് കൈകാലുകളും മുഖങ്ങളും നീട്ടി കഴുകുക. ഫറളിൽ നിർബന്ധമായും കഴുകേണ്ട അവയവങ്ങളെ കവിഞ്ഞ് സുന്നത്തിനും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന അവയവങ്ങളുണ്ട്. അതിൽ നീണ്ട ഒരു ഇടത്തെ ഒരു ഭാഗത്തെ ഹദീസുകളിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലൊക്കെ ആ ഭാഗം വരെ കഴുകൽ സുന്നത്താണെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. അത് നോക്കാം. حدثنا يحيى بن بكير قال حدثنا الليث عن خالد عن سعيد بن أبي هلال عن نعيم بن المجمر قال رقيت مع أبي هريرة رضي الله عنه على ظهر المسجد. ഞങ്ങൾ പള്ളിയുടെ മുകൾ ഭാഗത്ത് ഞാൻ ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ കയറി. ഫവതവല്ലഅ, നബിയുടെ തന്തത സഹചാരിയായിക്കൊണ്ട് ഊണും ഉറക്കവും രാവും പകലും അവിടുത്തെയോടുകൂടെ വിശപ്പിലും ദാഹത്തിലും ക്ഷേമത്തിലും ക്ഷാമത്തിലും എല്ലാം നബിയോടുകൂടെ കഴിഞ്ഞിരുന്ന സയ്യിദുനാ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ വുളൂ ചെയ്തു. ഫഖാൽ, അവിടുന്ന് പറഞ്ഞു, ഇന്നി സമിഅ്തു നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, തിരുനബി പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് കേട്ടോ. യഖൂൽ, അവിടുന്ന് പറയുന്നു, ഇന്ന ഉമ്മത്തി യുദ്അഊന യൗമൽ ഖിയാമത്തി ഖുർറൻ മുഹജ്ജലീൻ. ഇന്ന ഉമ്മത്തി, എൻ്റെ സമുദായം, യുദ്അഊന യൗമൽ ഖിയാമ, ഖിയാമൽ നാളിന്റെ അന്നിൽ അനേകം കോടി ജനങ്ങൾ സമ്മേളിക്കുന്ന വിശാലമായ ഖിയാമത്ത് നാള് എന്ന ആ വൻ ജനാവലിയുടെ കൂട്ടത്തിൽ എൻ്റെ ഉമ്മത്തിനെ വിളിക്കപ്പെടും ഖുർറൻ മുഹജ്ജലീൻ, കൈകാലുകൾ പ്രകാശിപ്പിക്കപ്പെടുന്നവരായിട്ട്. അപ്പൊ എൻ്റെ ഉമ്മത്തിനെ വിളിക്കുന്ന സമയത്ത് അവർ ട്യൂബ്ലൈറ്റ് പോലെ അവരുടെ കൈകളും കാലുകളും മുഖവും കഴുത്തുമെല്ലാം പ്രകാശിച്ചാണ് നിൽക്കുന്നത്. നിബിധങ്ങൾ തന്നെ പറയുന്നു, മിൻ അസാരിൽ വുളൂ, വുളൂഇന്റെ അടയാളങ്ങൾ കാരണമായിട്ട്. അപ്പൊ വുളൂ ചെയ്യുമ്പോൾ അവിടെ അവരുടെ കൈകളും കാലുകളും എവിടെയെല്ലാം വുളൂഇന്റെ വെള്ളം തട്ടുന്നോ അതെല്ലാം തിളങ്ങി പ്രകാശിച്ച് ഷൈനിങ് ആയി നിൽക്കുന്നു. അതുകൊണ്ട് ഖിയാമത്ത് നാളിൽ എൻ്റെ ഉമ്മത്തിനെ വിളിക്കുന്ന സമയത്ത് അവിടെ കൈകാലുകളും മുഖങ്ങളും എല്ലാം പ്രകാശിക്കുന്ന അവസ്ഥയാണെന്ന് പറഞ്ഞ് തിരുനബി ചേർത്തി പറയുന്നു. അതുകൊണ്ട് ഫമനിസ്തത്വാഅ മിൻകും, അതുകൊണ്ട് നിങ്ങളിൽ ആർക്കെങ്കിലും സാധിച്ചാൽ അൻയുതീല ഖുർറതഹു, അൻയുതീല ഖുർറതഹു, അവനവൻ്റെ മുഖവും അവയവുമൊക്കെ നീട്ടിക്കിടക്കാൻ ഉദ്ദേശിച്ചാൽ ഫല്യഫഅൽ, അവനത് ചെയ്തു കൊള്ളട്ടെ. ഫല്യഫ്അൽ, അവനത് ചെയ്തു കൊള്ളട്ടെ. അപ്പോ മുഖം കഴുകുന്നതിന്റെ പരിധിയിൽ നിന്ന് കയറ്റി കഴുകുക, കൈമുട്ടിൽ നിന്ന് വിട്ട് അത് തോളിലേക്കും കൈമസിലിലേക്കും എത്തുക, കാൽ നെരിയാണിയിൽ നിന്ന് കഴുകി കയറിക്കൊണ്ട് തണ്ടം കാലിന്റെ പകുതിയിലേക്കും അവിടെ നിന്ന് അവന്റെ മുട്ടും കാൽ വരെയും അത് എത്തുക. ഉളുവെടുക്കുന്ന സമയത്ത് അതവന്റെ കഴുത്തു വരെയും അത് കയറ്റി കഴുകുക. മുഖം കഴുകുന്ന സമയത്ത് ഇങ്ങനെ ശരീരത്തിന്റെ ഏകദേശം പുറം കാണുന്ന ഭാഗങ്ങളെല്ലാം അവൻ കഴുകി വുളൂഇന്റെ വെള്ളം അവിടെ ചേർത്തു കഴിഞ്ഞാൽ അത് നാളെ ഖിയാമത്ത് നാളിന്റെ അന്ന് ഒരു പ്രകാശിക്കുന്ന വലിയ ഒരു അഡ്രസ്സായി, ലൈറ്റായി അവർക്ക് മാറുമെന്ന് ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നു. അല്ലാഹു തആല നാം ചെയ്ത വുളൂഉകളെല്ലാം നാളെ നമുക്ക് വലിയ പ്രകാശമായി ഖിയാമത്ത് നാളിൽ അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹദീസ് നമ്പർ 32. മുസീഉസ്വലാത്തി, നിസ്കാരത്തെ അതിൻ്റെ ഭംഗിയിൽ വീഴ്ച വരുത്തിയവൻ. നോക്കാം. നിസ്കാരം വൃത്തിയിൽ നിസ്കരിക്കണം. അശ്രദ്ധയിൽ നിസ്കരിച്ചു കഴിഞ്ഞാൽ ഫർളുകൾ പൂർണ്ണമാകാതെ, ഷർത്തുകൾ പൂർണ്ണമാവാതെയുള്ള നിസ്കാരങ്ങളൊക്കെ തള്ളപ്പെടുന്നതാണ്. അത് പരമാവധി ഇവിടെ നിന്ന് തന്നെ തിരുത്തി കാണുന്നവർ അത് മറ്റുള്ളവർക്ക് തിരുത്തി ഉപദേശ നിർദ്ദേശങ്ങൾ കൊടുത്ത് നിസ്കാരമെല്ലാം ഭംഗമില്ലാതെ സമ്പൂർണ്ണമാക്കണം എന്നുള്ള സന്ദേശമാണ് ഈ ഹദീസ് നമുക്ക് നൽകുന്നത്. حدثنا محمد بن بشار قال حدثنا يحيى عن عبيد الله رضي الله عنه قال حدثني سعيد بن أبي سعيد عن أبيه عن أبي هريرة رضي الله عنه أن رسول الله صلى الله عليه وسلم دخل المسجد, അവിടുന്ന് പള്ളിയിൽ പ്രവേശിച്ചു. ഫദഖല റജുലുൻ, അങ്ങനെ മറ്റൊരാളും കടന്നു വന്നു. ഫസ്വല്ല, അദ്ദേഹം നിസ്കരിച്ചു.
വസല്ലമ അല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, തിരുനബിയുടെ മേൽ സലാം പറയുകയും ഫറദ്ദ, അവിടുന്ന് മടക്കുകയും ചെയ്തു. വഖാല, നബി പറഞ്ഞു, ഇർജി, നീ മടങ്ങു മോനെ, ഫസ്വല്ലി, എന്നിട്ട് നീ നിസ്കരിക്കും, മടങ്ങ്, അങ്ങനെ നിസ്കരിക്ക്. ഫൈന്നക ലം തുസ്വല്ലി, നീ നിസ്കരിച്ചിട്ടില്ല. നിസ്കരിച്ചു വന്ന ആളോടാണ് നബി തങ്ങൾ പറയുന്നത്, പോയി മടങ്ങി പോയിട്ട് നിസ്കരിച്ചു വാ, നീ നിസ്കരിച്ചിട്ടില്ല. അങ്ങനെ ഫറജ, അദ്ദേഹം മടങ്ങിപ്പോയി, യുസ്വല്ലി കമാ സ്വല്ല, നിസ്കരിച്ചതുപോലെ. തുമ്മ ജാ, അദ്ദേഹം വന്നു, ഫസല്ലമ അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ മേൽ സലാം പറഞ്ഞു. ഫഖാല ഇർജി ഫസ്വല്ലി, മോനെ മടങ്ങിപ്പോ, നിസ്കരിച്ചിട്ടു വാ. ഫഇന്നക ലം തുസ്വല്ലി, നിസ്കരിച്ചിട്ടില്ല. സലാസൻ, ഇത് 3 തവണ ആവർത്തിച്ചപ്പോൾ ഫഖാല, അവിടുന്ന് പറഞ്ഞു, വല്ലദീ ബഅസക ബിൽ ഹഖ്, സത്യവുമായി അങ്ങയച്ച രാജാതിരാജനായ റബ്ബ് തന്നെയാണ് സത്യം. മാ ഉഹ്സിനു ഗൈറ, അങ്ങു പഠിപ്പിച്ചു തന്ന ഈ വിധമല്ലാത്ത ഒരു വുളു എനിക്കറിയില്ല നബിയെ, അത് ഞാൻ ആവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. ഫഅല്ലിംനീ, അതുകൊണ്ട് എനിക്ക് അങ്ങ് പഠിപ്പിച്ചു താ നബിയേ. ഫഖാല, ഇദാ ഖുംത ഇല സ്വലാത്തി, നിസ്കാരത്തിലേക്ക് നിന്നാൽ, ഫക്കബ്ബിർ, നീ തക്ബീർ ചൊല്ലേ. സുമ്മ ഖറ, പിന്നെ നീ ഓത്, മാ തയസ്സര മഅക മിനൽ ഖുർആൻ, നിനക്കു പ്രയാസമില്ലാത്ത ഖുർആനെ നീ നിന്റെ ഓർമ്മയിൽ നിന്ന് എടുത്തിട്ടോ, നിന്റെ ഹൃദയത്തിൽ നിന്ന് എടുത്തിട്ടോ. നീ അല്ലെങ്കിൽ ഏത് സാധ്യമാവുന്ന വിധമാണോ പ്രയാസമില്ലാത്തതിന് ഓത്. സുമ്മ ഇർകഅ, അങ്ങനെ നിന്റെ ഖിറാഅത്ത് പൂർത്തിയായല്ലോ, ഇനി നീ റുക്കൂ ചെയ്യേ. ഹത്താ തത്മഇന്ന റാക്കിആ, നീ ശാന്തനായി റുക്കൂ ചെയ്യുന്നത് വരെ. റുക്കൂഇൽ തുമനീനത്ത് ഷർത്താണ്, തുമനീനത്ത് നിർബന്ധമാണ്. ശരീരങ്ങൾ കുറച്ചു നേരം അനങ്ങാതെ, ഒരു സുബ്ഹാനല്ലാഹ് പറയുന്ന അത്രമെങ്കിലും അനങ്ങാതെ റുക്കൂ ചെയ്യണം. സുമ്മ ഇർഫ, പിന്നെ നീ ഉയർന്നു വാ. ഹത്താ തഅദില ഖായിമ, നീ നേരെ ഇത്തിദാലിൽ നിൽക്കുന്നത് വരെ. സുമ്മ ഉസ്ജുദ് ഹത്താ തത്മഇന്ന സാജിദ, നീ ശാന്തനായി തുമനീനത്തോടുകൂടി സുജൂദ് ചെയ്യുന്നത് വരെ. സുമ്മ ഇർഫ, പിന്നെ നീ ഉയർത്ത്, നിന്റെ തല ഉയർത്തു മോനെ. ഹത്താ തത്മഇന്ന ജാലിസ, രണ്ട് സുജൂദുകൾക്കിടയിൽ തുമനീനത്തോടുകൂടെ ഇരിക്കണേ. വഫൽ ദാലിക ഫീ സ്വലാത്തിക കുല്ലിഹാ, നീ ആ നിസ്കാരം മുഴുക്കെ ഇപ്രകാരം തുമനീനത്തോടുകൂടെ കൃത്യമായ രീതിയിൽ നിസ്കരിക്കണേ. തുമനീനത്തില്ലാത്ത, അടക്കമില്ലാത്ത, ഒതുക്കമില്ലാത്ത നിന്റെ നിസ്കാരം അല്ലാഹുവിന് വേണ്ട. അപ്പൊ തിരക്കുകൾക്കിടയിലും ഒരു റക്അത്ത് ഇമാമിന്റെ കൂടെ കിട്ടാനൊക്കെ വേണ്ടിയും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അവർക്ക്